ഹലോ ഡിയേഴ്സ്, നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് ഇത്. പാൽക്കൊഴക്കട്ട എന്ന് പറയും. അപ്പം നമുക്ക് ചെയ്ത് നോക്കാവേ. നമ്മൾ അരിപ്പൊടിയാട്ടോ എടുക്കുന്നത്. അരിപ്പൊടിയിലും ഗോതമ്പൊടിയിലും ഉണ്ടാക്കുന്നവരുണ്ട്, പക്ഷേ എനിക്ക് അരിപ്പൊടിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഗോതമ്പൊടിയാണോ അരിപ്പൊടിയാണോ ഇഷ്ടം? ഡയബറ്റിക്സ് ഉള്ളവരൊക്കെ കൂടുതലും ഗോതമ്പൊടിയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാവേ. അപ്പം നമുക്ക് അരിപ്പൊടി എടുക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തേക്കിനുള്ള ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുക്കത്തില്ലേ, അപ്പോൾ നല്ല മധുരം കിട്ടാനാണ്. അതിനകത്ത് തേങ്ങ, ജീരകം, ഏലക്കപ്പൊടി ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യണേ. എന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഞാൻ കുഴച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ അതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിനകത്ത് അരിപ്പൊടി, പഞ്ചസാരയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെക്കാവേ. എന്നിട്ട് നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വെക്കുക. എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ കുഞ്ഞ് ബോൾസാക്കി വെക്കുന്നത്. ഇച്ചിരി ടൈം കൺസ്യൂമാണ്, പക്ഷേ നല്ല രസമാണ് കഴിക്കാനും കാണാനും. അതുപോലെ നമ്മൾക്ക് കുഞ്ഞുങ്ങളാണേലും ഓരോന്നോരോന്ന് കഴിച്ചാൽ പോലും അവർക്ക് പെട്ടെന്ന് വയറ് നിറയുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇങ്ങനെ എനിക്ക് കുഞ്ഞ് ബോൾസ് എടുക്കുന്നത്. വലുതായിട്ട് അത് ഭയങ്കര ഷേപ്പിലാക്കിയിരിക്കുന്നതിൽ നല്ലത് ഇങ്ങനത്തുള്ളത്. കുഞ്ഞുങ്ങൾക്കൊരു അട്രാക്റ്റീവായിരിക്കും. നമ്മളതിനകത്ത് ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് ഒരു കളറിന് വേണ്ടി, ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ. അപ്പോൾ റെഡിഷ് കളറിലെത്തുമില്ല, അടുക്കി പിടിക്കത്തുമില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ അരിപ്പൊടിയുടെ ഒരു കളറിലേക്ക് വരും. പക്ഷേ അത് കാര്യമാക്കണ്ട. അത് എന്താ ഈ വീഴുന്നതിൻ്റെ ഒരു ചെറുതായിട്ട് വെള്ളമായിട്ട് ചെറിയതായിട്ട് അരിപ്പൊടി ഒന്ന് ഇതാകുമ്പോൾ നമ്മൾ നല്ല വെട്ടി തിളച്ച വെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടുമേ. എന്നിട്ട് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ ആദ്യമേ, അരിപ്പൊടിയും പാലും ഉപ്പും എല്ലാം കൂടി അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും അത്യാവശ്യം കുറുകി കിട്ടുമേ. ഇത് തണുക്കുന്നതനുസരിച്ച് കുറുകിക്കൊണ്ടേ ഇരിക്കുമേ. പിന്നെ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്തായിരുന്നു. ഞാൻ ആ കോരി ഒഴിക്കുന്നത് അതിൻ്റെ ആ ഒരു തിക്നെസ് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ സമയം കഴിയുന്തോറും ഇത് തണുക്കുന്നതനുസരിച്ച് സമയം കഴിയുന്തോറും ഇത് നല്ല രീതിയിൽ കുറുകി വരുമേ. അതാണ് പറഞ്ഞത്, തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്തില്ലെങ്കിൽ പോലും നല്ല കുറുകിയ രീതി കിട്ടും. എന്ന് വെച്ചാൽ കുറുകാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പൊടിയും അതുപോലെ മിക്സ് ചെയ്ത് ഇച്ചിരി വെള്ളം കൊടുത്ത് നമ്മൾ ലൂസാക്കി ചേർത്തത്. പിന്നെ നമ്മൾ ഈ ഒഴിച്ചത് ലാസ്റ്റ് ആവാനും പാടില്ല, വേറൊന്നും കൊണ്ടല്ല. നമ്മൾ ഈ കലക്കി ഒഴിക്കുന്ന മാവ് കൂടി വേകണേ, അതുകൂടി ശ്രദ്ധിക്കണം എല്ലാവരും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഏലക്കപ്പൊടിയൊക്കെ ആഡ് ചെയ്യാൻ ഇഷ്ടമാണ്, ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെറിയ ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ആവശ്യത്തിലധികം മധുരമുണ്ട്, പിന്നെ നമുക്കൊരു ഇച്ചിരി മധുരം മാധവന് കൊടുക്കുന്നതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ മാധവൻ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ എണ്ണയൊന്നും ചേർക്കാത്ത അത്യാവശ്യം കുറച്ച് നെയ്യ് മാത്രം ആഡ് ചെയ്തൊരു സിമ്പിൾ ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.